ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരെ വിശേഷം? സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുകയല്ലേ? നല്ല ക്ലൈമറ്റാണ്, നല്ല നല്ല മഴയും ഒക്കെ ഉള്ള നല്ല സമയമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാനൊരു പ്രത്യേക സന്തോഷം. പിന്നെ എൻ്റെ 1K വീഡിയോയ്ക്ക് ഐ ഗോട്ട് വെരി ഗുഡ് റെസ്പോൺസ്. ഞാനൊരു 1Kയുടെ വീഡിയോ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടി. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് വെരി 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 താങ്ക് യു. ഓക്കെ, അപ്പം ഈ വീഡിയോ ആക്ച്വലി ഇപ്പം നവംബറിലായിരിക്കും വരുന്നത്. ഞാനിത് ആക്ച്വലി ഒക്ടോബറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിലീസ് ആവുന്നത് നവംബറിലായിരിക്കും. നവംബർ ഒരു ഫസ്റ്റ് വീക്ക് ആ ഒരു ടൈമിലായിരിക്കും ഇത് റിലീസ് ആവുന്നത് കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ ഇത് ഒക്ടോബറിലാണ് ഇരുന്ന് ചെയ്യുന്നത്. ഒക്ടോബർ വരെയുള്ള വീഡിയോസ് ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത് ഞാൻ യൂട്യൂബിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇതിപ്പോൾ നവംബറിലേക്കുള്ള വീഡിയോസാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ നവംബറിലായിരിക്കും ഇത് നിങ്ങൾ കേൾക്കുന്നത്. So anyway, thank you so much for supporting me, and those who are watching my channel for the first time, please watch my video, and if you feel this video is very useful, please subscribe and support my channel as well as me too. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടതുപോലെ ടോപ്പ് 5 ക്വാളിറ്റീസ് ദാറ്റ് എവറി ടീച്ചർ ഷുഡ് പൊസസ്. ഓക്കെ, നമ്മൾ ടീച്ചേഴ്സായിട്ടുള്ള ആൾക്കാർ നമ്മൾ പൊസസ് ചെയ്യേണ്ട, നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വീഡിയോ വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ ദ ന്യൂ ടീച്ചേഴ്സ്, എസ്പെഷ്യലി ദ ബഡിങ് ടീച്ചേഴ്സ്. ഓക്കെ, ദേ ഷുഡ് നോ വാട്ട് എ ടീച്ചർ ഷുഡ് ബി. ഓക്കെ, നമ്മളൊരു BEd പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് എല്ലാം അറിയാം എന്ന് പറയുന്നില്ല. ഓഫ് കോഴ്സ് BEd കഴിഞ്ഞ എല്ലാ ആൾക്കാരും ടീച്ചേഴ്സാണ്. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പിന്നീടാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ തിയറി പാർട്ട് വേറെയാണ്, നമ്മൾ കളത്തിലേക്ക് ഇറങ്ങി കളിക്കുമ്പോൾ അത് വേറെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ്, പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് വരുന്ന ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ദ ക്വാളിറ്റീസ് ദാറ്റ് എവറി ടീച്ചർ ഷുഡ് പൊസസ്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, yes, so the first quality that a teacher should possess is patience. This is the very basic quality that a teacher should possess, that is patience. Because in a classroom, we already know that there is low achiever, middle achiever, and high achiever. And in some classes, we can also see SEN students, which means special education students. പ്രത്യേകിച്ച് നമ്മുടെ ഒരു അറ്റൻഷൻ വേണ്ട കുട്ടികളുണ്ട്. ദേ നീഡ് അവർ അറ്റൻഷൻ, മോർ അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. സംടൈംസ് വി നീഡ് ടു ഗോ വിത്ത് കാച്ചപ്പ് ക്ലാസ്സസ് ഫോർ സച്ച് കൈൻഡ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോഴൊന്നും നമ്മുടെ പേഷ്യൻസ് കൈവിടാതെ ഇരിക്കുക. ഓക്കെ, കുട്ടികൾക്ക് നമ്മൾ ഒരു പ്രാവശ്യം ആയിരിക്കില്ല, 2 പ്രാവശ്യം ആയിരിക്കില്ല, നമ്മൾ ക്രിയേറ്റീവായിട്ട് 1-2 തവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എക്സ്പ്ലനേഷനിൽ ഉപരി നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് അവരെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ടീച്ചർ ടോക്ക് ഷുഡ് ബി ലെസ് എന്നാണല്ലോ. അപ്പം നമ്മൾ അവരെ കൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ് ഇങ്ങോട്ട് മനസ്സിലാക്കി പറയിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പേഷ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചില സമയത്തൊക്കെ നമ്മൾ ബേസ്റ്റ് ഔട്ട് ചെയ്യും. ബേസ്റ്റ് ഔട്ട് ചെയ്യാതെ ഇരിക്കാൻ നോക്കുക. ഇനി ഈവൻ ദോ നമ്മൾ ബേസ്റ്റ് ഔട്ട് ചെയ്തിരുന്നാലും നമ്മൾ അത് ഒന്ന് സോൾവ് ആക്കാൻ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക. കുട്ടികളോടൊന്ന് പറയുക. ലാസ്റ്റ് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി നമ്മൾ പറയുമല്ലോ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ക്ലാസ് എൻഡ് ചെയ്യാൻ നേരം ഞാൻ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സോറി കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു തന്നെയാണ് ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളവിടെ ഒരു ഈഗോ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ചില സമയം കുട്ടികൾ അങ്ങനെയാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ നമ്മുടെ ടീച്ചർ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ ചില സമയത്ത് നമ്മളും മറ്റു പല പ്രഷറിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ക്ലാസ്സിൽ ചെല്ലുന്നത്. സോ സംടൈംസ് ദർ ഇസ് എ ചാൻസ് ടു ബേസ്റ്റ് ഔട്ട്. അപ്പം ഞാൻ ബേസ്റ്റ് ഔട്ട് ആയിട്ടുമുണ്ട്. പക്ഷേ ബേസ്റ്റ് ഔട്ട് ആവുന്നത് ആ ക്ലാസ് റൂമിൽ തന്നെ ഒതുക്കി നിർത്തി നമ്മൾ തന്നെ അത് സോൾവ് ചെയ്തിട്ട് വേണം ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസിലൊക്കെ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തന്നെ അവരെ ഒന്ന് പേഷ്യൻ്റ് ആക്കി, നമുക്കും പേഷ്യൻസ് വേണം, അവർക്കും ഒന്ന് പേഷ്യൻസ് എന്താണെന്നൊക്കെ ഉള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരേണ്ടത് ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഓക്കെ, സെക്കൻഡ് തിങ് ഇസ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ചിൽഡ്രൻ. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം, നമ്മൾ കുട്ടികളുമായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ് റൂം സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില സമയത്ത് നമ്മൾ
എന്താണ് ഒന്ന് ബേസ്റ്റ് ഔട്ട് ചെയ്തേക്കാം. ബേസ്റ്റ് ഔട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നമ്മളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് ഓപ്പൺ അപ്പ് ആവുക. സി ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ടുഡേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാനൊന്ന് ബേസ്റ്റ് ഔട്ട് ആയത്. അപ്പോൾ നിങ്ങൾക്ക് വിഷമമായി എന്നുണ്ടെങ്കിൽ ഐ എം സോറി എന്നുള്ള കാര്യം ഒന്ന് പറയുന്നതിനായിട്ട് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ക്ലിയർ വിത്ത് ദ ചിൽഡ്രൻ. കാരണം ഞാനത് ഓപ്പൺ അപ്പ് ആവണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വി ആർ ഹാൻഡ്ലിങ് വിത്ത് സെൻസിറ്റീവ് ഹാർട്ട്സ്, വെരി സെൻസിറ്റീവ്. ഓക്കെ, ഞാൻ കുഞ്ഞു കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട്, ഹൈസ്കൂൾ കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട്, ആൻഡ് കോളേജ് സ്റ്റുഡൻസിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഒരു 3 വർഷം ഒരു കോളേജിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് വലിയ കുട്ടികളാണ്. ഓക്കെ, പിന്നെ ഞാനൊരു 2nd സ്റ്റാൻഡേർഡ് തൊട്ട് പിന്നെ കോളേജ് ലെവൽ വരെയുള്ള കുട്ടികളെയാണ് പോയിട്ടുള്ളത്. 11ഉം 12ഉം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. 8th വരെയുള്ള കുട്ടികളെ കിട്ടിയിട്ടുണ്ട്, 9th കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 10ഉം 11ഉം 12ഉം ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ നമുക്കൊരു കുട്ടികളുടെ സൈക്കോളജി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഇത്രയും വർഷം കൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഒരു 10 years ആയിട്ട് നമ്മൾ കുട്ടികളെ കാണുന്നുണ്ടല്ലോ. സോ എനിക്ക് കുട്ടികളുടെ ഒരു സൈക്കോളജി മനസ്സിലായ ഒരു കാര്യമാണ്, വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ വിത്ത് ദ സ്റ്റുഡൻസ് ഫ്രം ഗ്രേഡ്സ് 7, 8, 9. ഓക്കെ, ഒരു 7th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കുട്ടികളെ, ഗ്രേഡ് 7, 8 and 9, ഈ ഒരു ഏജിലെ കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, ബിക്കോസ് വെരി സെൻസിറ്റീവാണ് കുട്ടികൾ. അവരുടെ ആ ഒരു പ്രായത്തിൻ്റെത് കൊണ്ടാവാം. ഓക്കെ, വളരെ സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിരുന്നാൽ പെട്ടെന്ന് അവർക്ക് ഫീൽ ആവും. ഓക്കെ, പെട്ടെന്ന് ഹേർട്ടാവും, പെട്ടെന്ന് കരയും. ബോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിത് കണ്ട സംഗതിയാണ്. ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞിട്ട് ഇറങ്ങി, കുട്ടി എന്തോ കാര്യത്തിനൊരു ബോയാണ് വഴക്ക് പറഞ്ഞിട്ട് ഇറങ്ങി. UAE നടന്ന സംഭവമാണ്. വഴക്ക് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഈ ബോയ് എന്നിട്ട് എന്താണ്, ഇവൻ ക്ലാസ്സിൻ്റെ ബാക്കിൽ പോയി താഴെ ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് എൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് അത്, നമ്മൾ ഓരോ എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അപ്പം ഇവനിങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല, ഇവൻ്റെ ചുറ്റും മറ്റു കുട്ടികൾ കൂടി നിൽക്കുകയാണ്. പിന്നെ ഞാൻ അവരെ മാറ്റി ക്ലാസ് പോയി ഇരിക്കാൻ പറഞ്ഞു, സ്പേസിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇവനോട് ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ നിനക്ക് പറ്റിയത്? അപ്പോൾ പറഞ്ഞു, ടീച്ചർ എന്നെ വഴക്ക് പറയുന്നത് ഒരു ബോയ് ആണ്. ഓക്കെ, ബോയ്സ് എന്ന് വെച്ചാൽ ബോയ്സും ഗേൾസും തങ്ങളിൽ ഞാനിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞതല്ല. എന്നിരുന്നാലും ബോയ്സ് സാധാരണ അങ്ങനെ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല, പൊതുവേ അവരുടെ ഒരു നേച്ചർ വെച്ച്. ഗേൾസിനാണ് പെട്ടെന്ന് ഫീൽ ആവുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു ആൺകുട്ടി, അവന് ഒരുപാട് വിഷമമായി. ടീച്ചർ അങ്ങനെ അവന് എന്താണ് വഴക്ക് പറഞ്ഞതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം വഴക്ക് പറഞ്ഞപ്പോൾ അവന് ഒരുപാട് ഫീലായി. പിന്നെ വീട്ടിൽ നിന്നുമുള്ള അറ്റൻഷൻ പൊതുവെ ഇത്തിരി കുറവാണ്, കാരണം പേരൻസ് എല്ലാവരും വർക്കിംഗ് ആണിപ്പോൾ. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ ആസ് എ ടീച്ചർ ഒരു റോൾ എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാനും അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഫീലായി അവരെന്താവും അടുത്ത സ്റ്റെപ്പ് കാണിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പണ്ടത്തെ പോലെ അല്ല. കുട്ടികളുമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു ഗ്രേഡ് 7, 8, 9 വളരെ സെൻസിറ്റീവ് ഹാർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഉണ്ടാവും. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റു കുട്ടികളും കൂടെ നിൽക്കും. അതങ്ങനെയാണ്, അതൊക്കെ നമ്മൾ അണ്ടർസ്റ്റുഡ് ചെയ്ത് നിൽക്കുക. കുട്ടികളെപ്പോഴും അവർ ഒറ്റക്കെട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പക്ഷേ ആ ഒരു ടീച്ചർ ഇപ്പോൾ ആ വഴക്ക് പറഞ്ഞതിന് ശേഷം ഒരുപക്ഷെ അവനെ വിളിച്ച് സോറി, എനിക്കത് അങ്ങനെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞ് നിനക്ക് വിഷമമായെങ്കിൽ നീ കളഞ്ഞേരം മോനെ എന്ന് പറയുമ്പോൾ ഉള്ള എഫക്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം അതെനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ബേസ്റ്റ് ഔട്ട് ഒരിക്കൽ ഒന്നല്ല 2 പ്രാവശ്യം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ക്ലാസ് വൈൻഡപ്പ് ആവുന്നതിന് മുന്നേ ആ ഹോൾ ക്ലാസ്സിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ടീച്ചേഴ്സൊക്കെ ചില സമയത്ത് നമുക്ക് ബേസ്റ്റ് ഔട്ട് ആവും. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അമ്മ നിന്നെ വഴക്ക് പറയാറില്ലേ, അപ്പോൾ അതേപോലെ നീ എന്നെ കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഓടി വന്നു പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, നോ യു ഷുഡ് ഡു ഇറ്റ്, നോ പ്രോബ്ലം എന്ന്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ നമ്മൾ ഈഗോ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അവിടെ നമ്മൾ ഈഗോ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദെയർ ഐഡൻറ്റിറ്റി. അവർ ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം അതാണ് അവരുടെ ഒരു മെയിൻ ഇഷ്യൂ അവിടെ, അതാണ്. അപ്പം നമ്മൾ അവൻ്റെ ഐഡൻറ്റിറ്റിയെയും അവൻ്റെ പേഴ്സണാലിറ്റിയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് നമ്മൾ അവനോട് ഓപ്പണായിട്ട് അവിടെ മോനെ സോറി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മോളെ സോറി, അപ്പോൾ അത് മിസ് അന്നേരം നിനക്ക് പറഞ്ഞത് വിഷമം, ഈവൻ ദോ അവളുടെ ഭാഗത്തായിരിക്കാം തെറ്റ്, എങ്കിലും നമ്മളൊന്ന് താന്നു കൊടുക്കുന്നത് നല്ലതാണ്.
കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു മൈൻഡ് ലെവൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അവരുടേതായ ഒരു സ്പേസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ ഞാനത് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുകയും വേണം. അത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ നമ്മളൊക്കെ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത്, ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ കയ്യിനൊക്കെ നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സിൽ നിന്ന് എന്നെ പിടിച്ച് വെളിയിലിറക്കി നിർത്തിയിട്ടുണ്ട്. കുരുത്തക്കേടൊക്കെ കാണിച്ചതിനാണ് കേട്ടോ. ക്ലാസ്സിൽ നിന്ന് വെളിയിലിറക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുരുത്തക്കേടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് തൊണ്ട്, വിറക് കൊള്ളി, കയ്യിലെന്താണോ കിട്ടുന്നത് അതൊക്കെ വെച്ചിട്ട് എനിക്ക് എറി കിട്ടിയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പം ടീച്ചർ വഴക്ക് പറഞ്ഞിരുന്നാലും എനിക്ക് വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ് എൻ്റെ കൂടെയുള്ളവർക്കും അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അന്ന് ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ഡാമേജ് ഒന്നും ഇല്ല. ടീച്ചർ വഴക്ക് പറഞ്ഞിരുന്നാൽ കുറച്ച് നേരം അതിൻ്റെ ഒരു ചളിപ്പ് കാണും. പിന്നെ വീണ്ടും ഉച്ചയ്ക്ക് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. അങ്ങനെയായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. എൻ്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. ഒരുപക്ഷെ വീട്ടിൽ നിന്നൊക്കെ നല്ലോണം വഴക്ക് കിട്ടുന്നതുകൊണ്ടായിരുന്നിരിക്കാം സ്കൂളിൽ നിന്ന് ടീച്ചർ പറയുമ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. അന്നേരം ഇത്തിരി വിഷമാവും. കുറച്ചു നേരം ക്ലാസ്സിന് വെളിയിൽ ഇറക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കാക്കയൊക്കെ കാണും, കിളി പറന്നു പോകുന്ന കാണും, അതൊക്കെ കാണും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ മൈൻഡ് സെറ്റൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം പേരൻസും ഇപ്പോൾ ആ കുട്ടികളെ അങ്ങനെ അങ്ങോട്ട് വഴക്ക് പറയുന്ന ഒരു രീതി അല്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, എക്സാക്റ്റ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ കുട്ടികളുടെ മൈൻഡ് സെറ്റ് തങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലെ അല്ല ഇന്നത്തെ കുട്ടികൾക്ക്. പെട്ടെന്ന് ഫീലാവും. അത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവനൊരു ആൺകുട്ടിയും കൂടിയാണ്. അപ്പം എന്നെക്കാളും ടോളാണ് അവൻ. അപ്പം എന്നിട്ടും അവരുടെ ആ ഒരു സൈസിന് മാത്രമേ ഉള്ളൂ വലിപ്പം, മനസ്സ് വളരെ ചെറുതാണ്. പെട്ടെന്ന് ഫീലായി. അങ്ങനെ ഞാനപ്പോൾ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് ചിലപ്പോൾ ടീച്ചർ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം, നീ അത് കാര്യമാക്കണ്ട. പക്ഷെ എന്നിട്ടും അവനതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്ത്രപരമായിട്ട് നമ്മൾ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, വി ആർ ഹാൻഡ്ലിങ് വിത്ത് വെരി സെൻസിറ്റീവ് ഹാർട്ട്. കുഞ്ഞുങ്ങളാണ്, അവർക്കറിയില്ല. കാഴ്ചയിൽ ഭയങ്കര പൊക്കവും മണ്ണൊക്കെ കാണുമായിരിക്കും, പക്ഷേ മനസ്സ് കുഞ്ഞാണ്. അതെപ്പോഴും നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. എനിക്ക് എൻ്റെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൾട്ട് ഒന്ന് ഈ പറഞ്ഞ കാറ്റഗറി ഗ്രേഡ് 7, 8, 9. പിന്നെ ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ്, അക്ഷരങ്ങൾ പോലും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, LKG UKGയിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര പാടാണ്. നമ്മളൊരു KG ക്ലാസ്സിലുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അക്ഷരങ്ങൾ പോലും അറിഞ്ഞുകൂടാ. നമ്മളൊരു 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോഴത്തേക്ക് ആക്ച്വലി ഇറ്റ് ഈസ് ഈസി ടു ഹാൻഡിൽ. കാരണം അവർക്ക് ആൽഫബറ്റൊക്കെ അറിയാം, മലയാള അക്ഷരങ്ങളൊക്കെ അറിയാം, പഠിച്ചു വരുന്നുണ്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ തീരെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അത് വളരെ പാടാണ്. ഒരു ടീച്ചർ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് എന്നുള്ള കാര്യം പിന്നീടാണ് അതൊക്കെ മനസ്സിലാവുന്നത്. എക്സ്പീരിയൻസ് വരുമ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ സ്കൂളിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ കൊറോണ സമയത്ത് ഓൺലൈനായിട്ട് കുട്ടികളെ ഇങ്ങനെ കൊച്ചു കുട്ടികളെ എനിക്ക് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആൽഫബറ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ഇത്രയും പാടാണല്ലോ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായതാണ് ഏറ്റവും ഡിഫിക്കൾട്ട് ഈ 2 കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ്. ഒന്ന് നമുക്ക് ഫിസിക്കൽ ഡിഫിക്കൽട്ടിയാണ്, തീരെ കുഞ്ഞു കുട്ടികളെ നമുക്ക് കൈപിടിച്ച് എഴുതി പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയാണ്. പക്ഷെ മറ്റേന്ന് പറഞ്ഞത് ഇമോഷണൽ ഡിഫിക്കൽട്ടിയാണ്. അത് കുറച്ചുകൂടെ ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വായിന്ന് ഇൻ കേസ് ഒന്ന് ദേഷ്യപ്പെട്ട് വീണ് പോയി എന്നുണ്ടെങ്കിൽ നമ്മളും മനുഷ്യരല്ലേ, പക്ഷേ അവരെ ഒന്ന് പേഴ്സണലായിട്ടൊന്ന് വിളിച്ച് സംസാരിക്കുക. ഇപ്പം നീ അങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമായി, നിൻ്റെ പേഴ്സണാലിറ്റിക്ക് അത് ഫീൽ ചെയ്തു, ഹേർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഐ എം സോറി മോനെ എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ തീർന്ന പ്രശ്നം. അവിടെ നമ്മൾ വലിയൊരു ഈഗോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ റിവേർട്ട് നമുക്കത് കാണാൻ പറ്റും. ആ കുട്ടി നമ്മളോട് മാം സോറി ഒന്നും പറയണ്ട, മാം എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ഒരു കുട്ടികൾ അങ്ങനെയാണ്. അപ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നത്. നമ്മളൊക്കെ പണ്ടിങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അടിയായി, ഇടിയായി, തൊഴിയായി, ഗുസ്തിയായി. ആ പാറ്റേണേ അല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. അതെപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ, പിന്നെ അടുത്ത ഒരു പോയിന്റ്, ആസ് എ ടീച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് എംപതി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻസ് ഫീലിങ്സ് എന്നുള്ളതാണ്. ഓക്കെ, അത് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം.
ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ് നോക്കുന്നവരും പുതിയ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചിങ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കറിയാം, മിക്ക ക്ലാസ്സിലും മിക്കപ്പോഴും നമ്മൾ എല്ലാ ടീച്ചേഴ്സും പൊക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പൈസ കാണാതെ പോകുന്ന ഇഷ്യൂസ് വരിക, അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് കാണാതെ പോവുക, അല്ലെങ്കിൽ ടിഫിൻ എടുത്ത് കഴിക്കുക, പൈസ മോഷ്ടിച്ച് മാറ്റി വെച്ചേക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഇൻസിഡൻസ് നമുക്ക് സ്ഥിരം മിക്കപ്പോഴും എപ്പോഴെങ്കിലും നമ്മുടെ ടീച്ചിങ് ജേർണിയിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇനി പുതിയ ടീച്ചേഴ്സ് ആണ് ടീച്ചിങ് ജോബ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. ഓക്കെ, കൊച്ചു കൊണ്ടുവന്ന പൈസ എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചുകൊണ്ട് വരിക, അത് മറ്റുള്ളവർ കണ്ട് നമ്മളോട് പറയുക, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യും. ഓക്കെ, ആസ് എ ടീച്ചർ നമ്മൾ എപ്പോഴെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ആസ് എ ടീച്ചർ നമ്മളെപ്പോഴും ഓർത്ത് വെച്ചേക്കുക, ഏതെങ്കിലും ഒരു കുട്ടി ആയിരിക്കും നമ്മൾ തന്നെ അത് കണ്ടുപിടിച്ചോളും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞോളും. ആ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ തന്നെ നമ്മളോട് പറഞ്ഞോളും, ഈ കുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടു, അവനത് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ നമ്മളോട് പറയും. നമ്മൾ അങ്ങനെ ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരിക്കലും മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അവനെ ഇൻസൾട്ട് ചെയ്യാനോ, അവൻ ഓർ അവൾ, ഹി ഓർ ഷീ, ഹൂ എവർ ഇറ്റ് ഇസ്, ഇൻസൾട്ട് ചെയ്യാനോ പാടില്ല. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും നമ്മളെ കൊണ്ട് മറ്റു കുട്ടികൾ വന്ന് പറയുമായിരിക്കും, ഈ കുട്ടിയാണ് അത് എടുത്തേക്കുന്നത്, ഞാൻ എൻ്റെ സാധനം അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടു എന്നൊക്കെ നമ്മളോട് പറയുമായിരിക്കാം. നമ്മൾ പേഴ്സണലി ഈ കുട്ടിയെ വെളിയിൽ വിളിച്ച് നിർത്തി മാറ്റി സംസാരിക്കും. മോനെ, എന്താണ് എക്സാക്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, നീ എടുത്തോ, നീ സത്യം പറ, നീ എന്നോട് എന്താണ് നടന്നതെന്ന് വെച്ചാൽ നീ ഉള്ളത് പറ, ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം, നിന്നെ ആരും ഒന്നും പറയില്ല, വി വിൽ പ്രൊട്ടക്റ്റ് യു, എന്താണ് സംഭവം എന്നുള്ള കാര്യം അങ്ങനെ ഡീല് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അല്ലാതെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാനോ അവനെ ചോദ്യം ചെയ്യാനോ, അവൻ ഓർ അവൾ, ഹൂ എവർ ഇറ്റ് ഇസ്, അങ്ങനെ ചെയ്യാനോ പാടില്ല. ഇറ്റ് റിയലി ഹേർട്സ് ദം. ഓക്കെ, കാരണം എപ്പോഴും മറ്റു കുട്ടികൾക്ക് എപ്പോഴും അങ്ങനെയാണ്, അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. അവനെ ഒരു കള്ളി അല്ലെങ്കിൽ കള്ളൻ എന്നുള്ള ഒരു ഇമേജിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെടും. അപ്പോൾ അതിന് നമ്മളെ ടീച്ചേഴ്സ് ഒരിക്കലും ഒരു കുട്ടിയെയും അങ്ങനെ ചെയ്യാതെ, അങ്ങനെ ഒരു ബ്രാൻഡ് അവനറിയാതെ സംഭവിച്ചു പോയതാവാം. സോ അപ്പോൾ ആസ് എ ടീച്ചർ നമ്മൾ പറഞ്ഞ് തിരുത്തുക, അവനെ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ച് തിരുത്തുക. അല്ലാതെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് വലിയ ഷോ ഓഫ് കാണിക്കുക അല്ല വേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി ഫോർ എ ടീച്ചർ. നമ്മളത് മനസ്സിലാക്കുക. ശ്രദ്ധിച്ചു നോക്കിയിട്ട് നമ്മുടെ കുട്ടികളോടാണ് അത്. എല്ലാവരും ഇപ്പോൾ പേരൻസ് ആയിട്ടുള്ളവരും ഒക്കെ ഇത് കാണുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ കുട്ടീനെ ഒരാൾ ഒരു ക്ലാസ് റൂമിൽ വെച്ച് കാണിച്ച് ഇതേപോലെ ഒറ്റപ്പെടുത്തി ടീച്ചർ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? ഇല്ല അല്ലേ. അപ്പം അതേപോലെ തന്നെയാണ് ആ കുട്ടിയും ആ കുട്ടിയുടെ പേരൻസിനും. അപ്പം നമ്മൾ പുറത്ത് മാറ്റി വിളിച്ച് നിർത്തി, എന്താണ് ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് കേൾക്കുന്നുണ്ടല്ലോ, നീ ഉള്ള കാര്യം പറ, എന്താ സംഭവിച്ചത് എന്ന് പറയുന്നതും ഒരു ക്ലാസ്സിൽ ഓപ്പണായിട്ട് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച്, മറ്റു കുട്ടികൾക്ക് അതൊരു കാഴ്ചയാണ്, അങ്ങനെ ചെയ്യുന്നതും തങ്ങളിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇരിക്കാൻ നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുക. ഇനി ഇൻ കേസ് അവൻ അഡ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മളോട് അഡ്മിറ്റ് ചെയ്തു, ടീച്ചറെ ഞാൻ ചെയ്തു, എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് വിടുക. പിന്നീട് അത് ക്ലാസ്സിൽ ചെന്നിട്ടോ പിന്നീട് ഏതെങ്കിലും ഒരു കുരുത്തക്കേടിനെ അവനെ പൊക്കുമ്പോഴോ ഈ ഇൻസിഡൻ്റ് എടുത്ത് സംസാരിക്കാതെ ഇരിക്കുക. ഓക്കെ, അത് ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഒരിക്കലും ഒരു കുട്ടിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ്റെ മനസ്സിൽ അത് അങ്ങനെ കിടക്കും. വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഏജ്ഡ് ആവും, അവൻ ചിന്തിക്കും, എന്നാലും ആ ടീച്ചർ എന്താ അവർ അങ്ങനെ ചെയ്തത്, അവർക്ക് എന്നോട് ഇങ്ങനെയൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നായിരിക്കും ആ കുട്ടി അന്നത് ചിന്തിക്കുക. സോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവനെ നമ്മൾ പൊക്കി, ഇതേപോലെയുള്ള ഇൻസിഡൻസിനൊക്കെ പൊക്കി അവനെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് വിട്ടു, പിന്നീട് വേറെ എന്തെങ്കിലും ഒരു വൃത്തക്കേടിന് അവനെ പിടിക്കുമ്പോൾ നീ പണ്ട് ഇങ്ങനെ കാണിച്ചില്ലേ അങ്ങനെ കാണിച്ചില്ലേ എന്നൊന്നും കുട്ടികളോട് പറയരുത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ എംപതി എന്നുള്ളത് കൊണ്ടിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എവ്രി പേഴ്സൺ ഹാവ് ദെയർ ഓൺ ഫീലിങ്സ്. പ്രത്യേകിച്ച് അത് കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ, സോ എസ്പെഷ്യലി വെൻ വി ആർ ഹാൻഡ്ലിങ് വിത്ത് ദ ക്ലാസ്സസ്, ട്രൈ ടു ബി മോർ ക്രിയേറ്റീവ് ഇൻ ദ ക്ലാസ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആവുകയും അതേപോലെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ഉള്ള ക്ലാസ്സസ് അവർക്ക് കൂടുതൽ ചാൻസസ് കൊടുക്കുക, പിയർ ടീച്ചിങ് കൊടുക്കുക. അങ്ങനെ ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോഴാണ്, ഇൻസ്റ്റെഡ് ഓഫ് ലെക്ചറിങ് ഓർ ഗിവിങ് എ വൺ മാൻ ഷോ, ബി മോർ ക്രിയേറ്റീവ്. കുട്ടികളെ കൊണ്ട് തന്നെ ഒന്ന് ഇൻവോൾവ് ചെയ്യിക്കുന്ന ക്ലാസ്സസ് ആയിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞത്. സോ ട്രൈ ടു ബി ക്രിയേറ്റീവ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്,
നമുക്ക് ഏറ്റവും വേണ്ട നിങ്ങളൊരു ടീച്ചിങ് ജോബ് കണ്ടിന്യൂസ് നിങ്ങളുടെ ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് പോസസ് ദിസ് ക്വാളിറ്റി ദറ്റ് ഈസ് കമ്മിറ്റ്മെൻറ്റ്. നമുക്ക് അതിപ്പോൾ ടീച്ചിങ് ജോബ് എന്നല്ല, ഏതൊരു ഫീൽഡാണോ നമ്മൾ നോക്കുന്നത് നമുക്ക് വേണ്ട ഒരു സംഗതിയാണ് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത്. ടൈംലി സബ്മിഷൻ. ആസ് എ ടീച്ചർ വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ടേക്ക് കെയർ. നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു പണ്ട് വിചാരിച്ചിരുന്നത്. എന്ത് സുഖമാണ്, ക്ലാസ്സിൽ ചെല്ലുക, കുട്ടികളെ പഠിപ്പിക്കുക, എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ഇറങ്ങി വരിക. നോ, അത് വളരെ റോങ് ആയിട്ടുള്ളൊരു നോഷനാണ്. ഒരു ടീച്ചിങ് ജോബ് നടത്തുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് വി ഹാവ് ടു ടേക്ക് കെയർ. ഓരോ കുട്ടികളും ദേ ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. ഓരോ കുട്ടികളുടെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആണ്, ഓരോ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആണ്. അതനുസരിച്ച് നമ്മൾ നമ്മുടെ റൂൾസ് മാറ്റിമറിക്കേണ്ടി വരും. അത് ഒരു കാര്യം, ഒരു സംഗതി. പിന്നെ പോർഷൻ കംപ്ലീഷൻ ഉണ്ട്, നോട്ട് ബുക്ക് കറക്ഷൻ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് ഉണ്ട്, ബ്ലൂ പ്രിൻറ്റ് സെറ്റിംഗ് ഉണ്ട്, ഇവൻറ്റ് ഓർഗനൈസിംഗ് ഉണ്ട്, പിന്നെ ലെസൺ പ്ലാൻ മേക്കിംഗ് ഉണ്ട്, IEP ലെസൺ പ്ലാൻ ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കുട്ടികളായി ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു ടൈംലി ആയിട്ട് ചെയ്തു പോകാനും കൂടി കഴിയണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറ്റും. നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ ഒരു ഡെഡിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതെല്ലാം ചെയ്തു പോകാനായിട്ട് പറ്റും. ആദ്യം ഓഫ് കോഴ്സ് നമ്മൾ ഒരു ചെറിയ സ്ട്രഗിൾസ് ഒക്കെ കാണും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അനുഭവം ഗുരു, അനുഭവത്തിൽ കൂടെ ആണല്ലോ നമ്മൾ കുറേയും പഠിക്കുന്നത്. അപ്പോൾ സ്ട്രഗിൾസ് ഓഫ് കോഴ്സ് ഉണ്ട്. അത് ഏതൊരു ജോബിനായാലും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നെ ടീച്ചിങ് ജോബിൻ്റെ ഒരു ടൈം സ്ട്രക്ചർ എന്ന് പറയുന്നത് രാവിലെ ഒരു 7:30 to 3:30 വരെ സ്കൂളിൽ. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു 9 o'clock തൊട്ട് ഒരു 4:30 വരെ സ്കൂളിൽ. ഇങ്ങനെയാണല്ലോ ഒരു ടൈം സ്ട്രക്ചർ. ആ ടൈം സ്ട്രക്ചർ കണ്ടിട്ട് ആൾക്കാർ പറയാറുണ്ട് ടീച്ചിങ് ജോബ് ഈസിയാണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ല. ടീച്ചിങ് ജോബ് ഡിഫിക്കൽട്ട് തന്നെയാണ്. നമ്മൾ വീട്ടിൽ വന്നിട്ടും പിന്നെയും വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ, മെയിൻറ്റെയിൻ എ കമ്മിറ്റ്മെൻറ്റ് ടു യുവർ പ്രൊഫഷൻ. ഓക്കെ, ടൈംലി ആയിട്ട് നമ്മുടെ ലെസൺ പ്ലാൻ ആണെങ്കിലും നമ്മുടെ വർക്ക്സ് ആണെങ്കിലും ടൈംലി ആയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഐ നെവർ ട്രൈ ടു ക്രോസ് ദ ഡെഡ് ലൈൻ. ഞാൻ ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യത്തിന് സബ്മിറ്റ് ചെയ്യുന്നതിന് ഡെഡ് ലൈൻസ് ഞാൻ ക്രോസ് ചെയ്യാറില്ലായിരുന്നു. ടൈംലി ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് പങ്ക്ച്വാലിറ്റി ഓർ കമ്മിറ്റ്മെൻറ്റ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് പ്രൊഫഷൻ. അത് ഈ പ്രൊഫഷൻ എന്നല്ല, ഏത് പ്രൊഫഷൻ ആണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ടോപ്പ് 5 ക്വാളിറ്റീസ് ദറ്റ് എവറി ടീച്ചർ ഷുഡ് പോസസ്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദിസ് വീഡിയോ വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ ദ അപ്കമിങ് ടീച്ചേഴ്സ്. ടീച്ചിങ്ങിനെ പറ്റി നമ്മൾ BEd കഴിഞ്ഞ ഐഡിയ മാത്രം വെച്ചിട്ട് നമ്മൾ ടീച്ചിങ്ങിന് കയറാനിരിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് ഞാൻ വിളിച്ചത് BEd കഴിഞ്ഞ് കുട്ടി ടീച്ചർമാരെയാണ് കേട്ടോ. അപ്പോൾ അവർ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അഗെയിൻ വി ക്യാൻ മീറ്റ് വിത്ത് യെറ്റ് അനദർ വീഡിയോ. ടിൽ ദാൻ, ബൈ ഫ്രോം റനായ.